ഹലോ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറേ ഓണം ഓഫർ സെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫർ ആ വീഡിയോയുടെയൊക്കെ നമ്മുടെ വിന്നേഴ്സിന് നമ്മൾ തിരുവോണത്തിന് അന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈമിൽ എനിക്ക് പനിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ആ ഒരു വിന്നേഴ്സൊക്കെ ആരാണെന്ന് നമുക്കിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ എന്താണ് ഓണം ഓഫർ സെയിലിൽ ഉള്ള നമ്മളുടെ 3 വിന്നേഴ്സിനെയാണ് നമ്മൾ കമൻറ്റ് സെഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 വിന്നേഴ്സിന് നമ്മളുടെ കാറ്റലോഗ് നമ്മൾ തരും. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് 300 റുപ്പീസിൻ്റെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം എന്നാണ് നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ആ 3 വിന്നേഴ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളിതാ റാൻഡം കമൻറ്റ് പിക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒറിജിനൽ കമൻറ്റ്സ് 87 കമൻറ്റ്സ് ആണുള്ളത്, റിപ്ലൈ കൂടാതെ. അപ്പോൾ ആ 87 കമൻറ്റ്സിൽ ആദ്യത്തെ വിന്നർ ആദർശ് PM ആണ് കേട്ടോ. ആദർശ് PM എല്ലാ സൂപ്പർ പ്ലാൻസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമുക്കൊരു ജിജിമോൾ 5697 ആണ്. സൂപ്പർ പ്ലാൻസ്, ഐ ലവ് എഗ്ലോണിമ വെരി മച്ച്. ആൻഡ് ദ തേർഡ് വിന്നർ സെറീന C ആണ്. ഇതുവരെ വാങ്ങാൻ സാധിച്ചിട്ടില്ല, ഓരോ വീഡിയോസും കാത്തിരുന്നു കാണുന്നുണ്ട്, ഒത്തിരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആണ് എപ്പോഴും. ഓക്കെ, ഈ 3 പേർക്കാണ് ആദ്യത്തെ വീഡിയോയിലെ വിന്നർ. അടുത്തത് നമ്മളുടെ അഡർണയുടെ വിന്നർ ആരാന്നുള്ളത് നോക്കാം. നമ്മൾ ബൊഗേൻവില്ല പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു വിന്നറിന് നമ്മൾ അഡർണയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിന്നർ ആരാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ഭാഗ്യമുള്ള ഒരാൾക്ക് തന്നെ പ്ലാന്റ് കിട്ടാനായിട്ട് പറ്റട്ടെ, ഏറ്റവും അർഹിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ നമ്മളുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു വണ്ടർ ആൻഡ് വാണ്ടർ P14. എനിക്ക് ഒരു ചെടി പോലും ഇല്ല, ബൊഗേൻവില്ല വീട്ടിൽ വെച്ചു സ്റ്റാർട്ടാക്കാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഒരു ചെടി പോലും ഇല്ലാത്ത ആൾക്ക് തന്നെയാണ് അടർണ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വിന്നറിനെ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് നമ്മളുടെ ഒരു വിന്നറിനെ കൂടി നമ്മൾ അനൗൺസ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു പഴയ ഇതിനൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 2 പേരുടെ കമൻസിനും അതുപോലെ തന്നെ ഏറ്റവും പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരുടെ ഗാർഡൻ ഫോട്ടോസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമൻസിൽ റെക്കമെൻഡേഷൻ വരുന്ന ആ ഒരു ഗാർഡൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിരുന്നു നമ്മൾ. അപ്പോൾ അതായത് ഇങ്ങനെ കണ്ടു, ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഗാർഡൻ 13ഉം ഗാർഡൻ 8ഉം തമ്മിലായിരുന്നു ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. അതായത് ഒരു കമൻ്റ് ഇട്ട സെയിം മെയിൽ ID യിൽ തന്നെ റിപ്പീറ്റായിട്ട് കമൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ നമ്മൾ കമൻറ്റ് ജസ്റ്റ് എണ്ണിപ്പോയാൽ പോരാ, ആരൊക്കെ കമൻറ്റ് ഇട്ടു എന്നുള്ളതൊന്ന് നോക്കി കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു. ഇതുപോലെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫ്രീ ആയി ഞാനെല്ലാം എഴുതിയെടുത്ത് ആരൊക്കെ ഓരോ കമൻസും വന്നിട്ടുള്ള മെയിൽ IDs സെപ്പറേറ്റ് എഴുതിയെടുത്താണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ് ഇതിൽ പറ്റില്ല. ഞാനത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ വിന്നറിനെ നമ്മളിതിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കമൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ എണ്ണി പോകാമെന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അയച്ചിട്ടുള്ള ആരൊക്കെയാണ് നമുക്ക് കമൻസ് അയച്ചിട്ടുള്ളതെന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിന്നർ ആരാണ് എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ.
ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാകും ഏറ്റവും കൂടുതൽ കമൻസ് വന്നിട്ടുള്ളത് ഏതാണെന്നുള്ളത്. ഇതെല്ലാം ഗാർഡൻ നമ്പർ 8-ൻ്റെയും 13-ൻ്റെയും മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വന്നിട്ടുള്ളത് ഗാർഡൻ നമ്പർ 8 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്ത എല്ലാ വിന്നേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.